ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിയുടെ ചിത്രം തെളിയുന്നു. ജിഷയുടെ സഹോദരി ദീപയുടെ ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തായിരിക്കാം കൊലയാളിയെന്ന് പോലീസ് സംശയിക്കുന്നു. ഇയാൾക്ക് വേണ്ടി പെരുമ്പാവൂരിൽ വ്യാപക പരിശോധന നടത്തുകയാണ്. അതേസമയം കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി IG അടക്കമുള്ള 5 ഉദ്യോഗസ്ഥരോട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി വിശദീകരണം ആവശ്യപ്പെട്ടു. ജിഷയുടെ സഹോദരി ദീപയുടെ മൊഴിയെടുത്ത വനിതാ കമ്മീഷൻ പ്രതിയെക്കുറിച്ചുള്ള സൂചന കിട്ടിയതായി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിയിലേക്കുള്ള തെളിവുകൾ ലഭിച്ചതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി മാധ്യമങ്ങളെ അറിയിച്ചു. ജിഷയുടെ കൊലയാളി സഹോദരി ദീപയുടെ സുഹൃത്തായിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. പ്രത്യേക അന്വേഷണ സംഘം 10 സ്ക്വാഡായി തിരിഞ്ഞാണ് അന്വേഷിക്കുന്നത്. കുറുപ്പമ്പടിയിലെ ഒറ്റമുറി വീട്ടിൽ ജിഷയും അമ്മയും മാത്രമാണുള്ളതെന്ന് ദീപയിൽ നിന്നും മനസ്സിലാക്കിയ ഇയാൾ മുൻപ് ജിഷയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാൾ കഞ്ചാവ് കച്ചവടവും നടത്തിയിരുന്നു. ഇതര സംസ്ഥാനക്കാരനായ ഇയാൾക്ക് വേണ്ടി പോലീസ് പെരുമ്പാവൂരിൽ വ്യാപക പരിശോധന നടത്തുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തി. അതേസമയം ഉച്ചയ്ക്ക് 2:30 ജിഷയുടെ സഹോദരി ദീപയിൽ നിന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി മൊഴിയെടുത്തു. പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകൾ ലഭിച്ചതായി റോസക്കുട്ടി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. കിട്ടിയ വിവരങ്ങൾ കുറച്ച് നല്ല വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ സംഘത്തിന് കൈമാറും. കേസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി IG അടക്കമുള്ള 5 ഉദ്യോഗസ്ഥരോട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ K നാരായണക്കുറുപ്പ് വിശദീകരണം ആവശ്യപ്പെട്ടു. രാജ്യത്ത് നടത്തിയ അരുംകൊല പോലീസ് നിയമവിരുദ്ധമായി 5 ദിവസം മറച്ചുവെച്ചെന്നാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ വിലയിരുത്തൽ. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.